സോ വെൽക്കം ബാക്ക് ടു ഉഷാസ് കുട്ടി ലോകം. നമ്മളൊരു ബീച്ച് റണ്ണിൽ പോവാണ്. ചെറിയ ബീച്ചിലാണ്. അപ്പോൾ കുൽപ്പള്ളി എന്ന് പറഞ്ഞ ബീച്ച് സെക്ഷൻ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ നമ്മൾ ഇറങ്ങി, പക്ഷേ വൈകുന്നേരമാണ് ഇതൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകാനുള്ള വഴികളായിരുന്നു ഇതൊക്കെ. ചെറായിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് ദൂരമുണ്ട് ഗുരുവായൂരിന്ന്. അപ്പോൾ ലൈക്ക് അറൗണ്ട് 2 hours 3 hours കൂടുതൽ എത്തി. ആൻഡ് വി വർ ലൈക്ക് ഗോയിങ് ഓൺ ദ റോഡ്. ചില സ്ഥലത്ത് റോഡിൽ പോയപ്പോൾ തന്നെ ലൈക്ക് ഷോർട്ട് കട്ട്സ് ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. ലൈക്ക് ബ്ലോക്സ് ഒക്കെ വന്നായിരുന്നു. ബട്ട് സംഹൗ വി റീച്ച് ദ ഏരിയ. അപ്പോൾ ചെറൈയിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെറൈ ബോർഡ് കാണാനുണ്ടല്ലോ, ബീച്ച്. ആൻഡ് അവിടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബീച്ച് റൺ ഏരിയയിലേക്ക് എത്താൻ പോവുകയാണ്. സോ ഇതാണ് ആ പോണ വഴി. ബീച്ച് ഏരിയ ആണ് ഇത്. ഒരു പാലമുണ്ട്. പാലം കഴിഞ്ഞിട്ടാണ് ഇത് ഈ ബീച്ചിൻ്റെ അവിടേക്ക് പോണത്. അപ്പോൾ നമ്മളവിടെ എത്തി. അച്ഛൻ 2026 നമ്മുടെ ടീഷർട്ടാണ് ഇട്ടേക്കണേ, പക്ഷേ സ്ട്രീറ്റ് സ്പേസിൻ്റെ. അപ്പോൾ നമുക്ക് ഇതൊക്കെ കിട്ടി. ഈ ബാഡ്ജ് കിട്ടി. നമ്മുടെ ടീഷർട്ടിൻ്റെ മുകളിൽ ഇടാനുള്ള എല്ലാവരുടെയും ഉണ്ട് അതിൽ. ചേച്ചി ആണ് അവിടെ ഹെൽത്ത് പ്രൂഫ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ആണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ചേച്ചിയുടെ ആ ഒരു കെയർ ഓഫിലാണ് നമുക്കൊക്കെ ഓടാനും പറ്റിയത്. സോ ഇത് ബീച്ചാണ്. അപ്പോൾ ബീച്ചിൽ എല്ലാ കൊളീഗ്സും എല്ലാവരും ഉണ്ട്. ഇത് ചേച്ചിയുടെ ഹസ്ബൻഡ്, അമ്മ, അച്ഛൻ, ഞാൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ സെൽഫി എടുത്തു. നമ്മളെല്ലാവരും റെഡി ആയിട്ട് ലൈക്ക് ടീഷർട്ടൊക്കെ ഇട്ട് റെഡി ആയിട്ട് എല്ലാവരും ഉണ്ട്. ഇത് എംപ്ലോയീസും ഉണ്ട്, എംപ്ലോയീസിൻ്റെ ഫാമിലീസും ഉണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ അച്ഛനൊക്കെ ആദ്യമായിട്ടാണ് മാരത്തോണൊക്കെ ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണത്. അമ്മയൊക്കെ പിന്നെയും ഞങ്ങളൊക്കെ ഒരു ഓണം ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് പക്ഷേ 3K ആണ് നമ്മളെടുത്തത്. 3K 5K 10K ഉണ്ട്. അപ്പോൾ നമ്മൾ 3K ആ ബീച്ച് റൺ എന്ന് പറഞ്ഞാൽ വേവ്സ് ഉണ്ടാവും സൈഡിൽ, മണ്ണിൽ കൂടിയാണ് നടക്കണേ. അപ്പോൾ ഏതൊരു നമുക്ക് വെറ്റ് സാൻഡിൽ കൂടെ നടക്കാം. പക്ഷെ വെറ്റ് സാൻഡിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ ചെരുപ്പ് ഇടാം, ലൈക്ക് ഷൂസ് ഇടാനില്ല, ബെയർ ഫുട്ടിൽ നമുക്ക് നടക്കാം. ഓർ യു ക്യാൻ നല്ല മണ്ണ്, ശരിക്കുള്ള കുഴിമണ്ണ് പോലത്തെ മണ്ണിൽ കൂടെ നടക്കുകയാണെങ്കിൽ യു ക്യാൻ ഷൂസ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഓടേ നടക്കേ എന്ത് വേണമെങ്കിലും ചെയ്യാം. സോ ആക്ച്വലി എവ്രിബഡി വാസ് പെപ്റ്റപ്പ്. ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ മൂവ് ചെയ്യാൻ റെഡിയാണ്. അവർ പാട്ടൊക്കെ ഇട്ടു. സോ യു ആർ ലൈക്ക് മൂവിങ് ഫോർവേഡ് ടു ദാറ്റ് ആ ഒരു സ്റ്റാർട്ട് ഫിനിഷ് എന്ന് പറഞ്ഞിട്ട് അത് കടന്നിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. സോ വാലന്റൈൻസ് ഡേനായിരുന്നു ഇത്. അവിടുത്തെ മെയിൻ നേവിയിലെ സാറും പിന്നെ ഈ കമ്പനിയുടെ മെയിൻ സാറും ആയിരുന്നു അത് ഫ്ലാഗ് ഓഫ് ചെയ്യാനൊക്കെ നിന്നത്. അപ്പം നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് നടക്കുമായിരുന്നു. എന്ന് വെച്ചാൽ എന്തായാലും ഇതൊരു ലൈക്ക് എ ഫൺ റൺ എന്നാണ് എനിക്ക് മനസ്സിലായത്. സോ എവ്രിബഡി വാസ് നേരത്തെ എത്തിയവർക്കൊക്കെ ശരിക്കും പറയുക വെച്ചാൽ മെഡലൊക്കെ കിട്ടിയെന്ന് വെച്ചാൽ ശരിക്കുള്ള സർട്ടിഫിക്കറ്റും അങ്ങനെയൊക്കെ കിട്ടിയായിരുന്നു. സ്പെഷ്യൽ പ്രൈസൊക്കെ കിട്ടിയായിരുന്നു. ഞങ്ങൾ പക്ഷേ നമ്മൾ സാധാരണ പോലെ നടന്ന് ആ കടലിൻ്റെ കാറ്റും കടലിൻ്റെ പീസ്ഫുൾനെസ്സും വെച്ചിട്ടാണ് എല്ലാവരും നടന്നു പോകുന്നത്. ഒരു ശരിക്കും പറയുക വെച്ചാൽ ഒരു ഈവനിങ് വാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് ഇറ്റ് ഈസ് ബൈ ദ സൈഡ് ഓഫ് ദ ബീച്ച്. ഇത്രയും സ്ട്രെച്ച് ഉണ്ട് ചെറായി എന്നുള്ളത് ആദ്യമായിട്ടാണ് കാണണേ. ലൈക്ക് ഇത്രയും സ്ട്രെച്ച്. അപ്പോൾ ബീച്ച് റണ്ണ് മാത്രമല്ല, ക്ലീനും ഉണ്ട്. നമ്മൾ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ 3K എത്തിക്കഴിഞ്ഞാൽ ഒരു സ്റ്റിക്കർ കിട്ടും. അതാണ് ഈ പച്ച സ്റ്റിക്കർ. അത് ഒട്ടിക്കാം. ആൻഡ് ദെൻ കണ്ടോ 3K U-turn. അപ്പോൾ അവിടെ നിന്ന് പിന്നെ U-turn ആണ്. അവിടെ റിഫ്രഷ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സൺ വാസ് സോ ബ്യൂട്ടിഫുൾ ഇൻ ദാറ്റ് വേവ്സ് ആൻഡ് എവറിത്തിങ്. നല്ലൊരു സീനായിരുന്നു. അപ്പോൾ ഞാനിത് വെറുതെ ഒരു വീഡിയോ എടുത്തതാണ്. എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. സോ അത് 3Kയുടെ ഒരു പ്ലക്കാർഡ്. പിന്നെയും ആൾക്കാർ പോണവരുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ 5K ഉണ്ട്, 10K ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരു സ്ട്രെയിറ്റിലാണത് അവർ വെച്ചേക്കണ ഇതൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് അത് വേവ്സൊക്കെ വന്നിട്ട് ഇത് എടുക്കാം എന്ന് വിചാരിച്ചു. ഇറ്റ് വാസ് സോ അമേസിങ് ആക്ച്വലി, വെരി പീസ്ഫുൾ ഓൾസോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചേച്ചി വന്നു. ഞാനാണ് ആദ്യം യു-ടേണിലേക്ക് എത്തിയത്. പിന്നെ ചേച്ചി വന്നു. ചേച്ചി ഇങ്ങനെ പതുക്കെ വരികയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മയും അച്ഛനും വന്നു. അവരൊക്കെ ഭയങ്കര നല്ല ഭയങ്കര ഇത്രയും ഇതായിട്ട് പോലും അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വന്നല്ലോ. അതൊരു ഭയങ്കര ഗ്രേസാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. സോ
അവിടെ യു ടേണിലും അതേ സ്റ്റിക്കർ കിട്ടി. ആൻഡ് ദെൻ ഓഫ് കോഴ്സ് അവിടുന്ന് പിന്നെ മെഡൽ കിട്ടി. ഐ എം എ ഫിനിഷർ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു മെഡൽ. അമ്മയ്ക്കും അച്ഛനും എല്ലാം ഹൂഎവർ പാർട്ടിസിപ്പേറ്റഡ് ആൻഡ് കെയിം ബാക്ക് റിസീവ്ഡ് എ മെഡൽ. അപ്പോൾ അത് കിട്ടി. അപ്പോൾ അതിങ്ങനെ കുറേ സെൽഫി എടുത്ത് ഭയങ്കര എന്തോ ഒരു അച്ചീവ്മെൻ്റൊക്കെ കിട്ടിയ പോലെയായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും ഫോട്ടോ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡും ഉണ്ടായിരുന്നു, റിഫ്രഷ്മെൻറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു ഹോട്ടലിൽ. അത് പിന്നെ സാധാരണ വെജ് ഫുഡായിരുന്നു. പിന്നെ അവരുടെ സാറ്, സീനിയർ ആയിട്ടുള്ള സാറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനും പറ്റി. ഇതാണ് അവിടുത്തെ മീഡിയയിലുള്ള അവരൊക്കെ ഫോട്ടോ എടുത്തായിരുന്നു. ശരിക്കുള്ള പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് എടുത്തിരുന്നതാണ്. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് കുട്ടി വീഡിയോ. അൺടിൽ നെക്സ്റ്റ് ടൈം, താങ്ക് യു ഫോർ ജോയിനിങ് മീ ഇൻ ടു ദിസ് വീഡിയോ.